ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഇന്ന് വന്നിരിക്കുന്നത് ഗാരേജിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇന്നൊരു വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ ഗാരേജിൽ ജസ്റ്റ് ഇവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ വണ്ടികളുടെയും അതേപോലെ തന്നെ ജസ്റ്റ് ഇവിടുത്തെ എന്നിട്ട് പറയുക പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള വണ്ടികളുടെയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് നിലവിലൊരു വണ്ടി ഇവിടെ കംപ്ലീറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ വണ്ടി ഡെലിവറി ആണ്. ഒരു ഗ്രേ കളർ ഇന്നോവയാണ്. ഗ്രേ കളറിൻ്റെ ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, ബാക്ക് LED ടൈലൈറ്റ്, അതേപോലെ തന്നെ സൈഡ് സ്കേർട്ടിങ്, നോർമൽ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ഗ്രേ കളർ അടിച്ചിരിക്കുന്നത്. പിന്നെ അലോയ്സ് വണ്ടിയും ഉണ്ടായിരുന്ന അലോയ്സ് തന്നെയാണ്. 1G3 എന്ന് പറയുന്നതാണ് കളറിൻ്റെ കോഡ്. അപ്പോൾ ആ വണ്ടി ഇവിടെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതൊരു റെഡ് കളർ ഇന്നോവ. ഈ വണ്ടിയുടെ പെയിൻറ്റിങ് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളർ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ടുണ്ട്. നമ്മൾ ഡാഷ്ബോർഡ്, ഗ്ലോ ബോക്സ് സാധനങ്ങളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാതിരിക്കുക. കാരണം ഈ സാധനം റിമൂവ് ചെയ്തപ്പോൾ ഫുൾ അതിൻ്റെ ഉള്ളിൽ പേപ്പേഴ്സായിരുന്നു. പേപ്പേഴ്സ് എലി കട്ട് ചെയ്ത് ഇട്ടേണ പേപ്പേഴ്സായിരുന്നു. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ഗ്ലോ ബോക്സിൻ്റെ ഉള്ളിലൊന്നും ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് വെക്കാതിരിക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ പാർട്സുകളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ബ്ലാക്ക് അടിച്ച് വീണ്ടും റീഫിറ്റ് ചെയ്യണം. മാറ്റ് ബ്ലാക്ക് അടിക്കണത്. അപ്പോൾ അതിൻ്റെ സ്പോട്ടി സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്സിലാണ് ഈ ഒരു വണ്ടി. അതേപോലെ തന്നെ നമ്മളുടെ ഒരു നാഡോ ഗ്രേ ഇപ്പോൾ നിലവിൽ ബൂത്തിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് ബ്ലാക്ക് അടിച്ചിട്ട് നമ്മൾ എന്നും ചെയ്യണമാതിരി തന്നെ ഇതേ ഈ ഒരു ടൈപ്പ് മോഡൽ തന്നെ വേറൊരു വണ്ടി ബ്ലൂ ആക്സിഡൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടി ഇതേ ഏകദേശം പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഷാമ്പിയൻ ഗോൾഡ് വണ്ടി ഇവിടെ പെയിൻറ്റിങ് ചെയ്തിട്ടിട്ടുണ്ട്. നിലവിൽ ഷാമ്പിയൻ ഗോൾഡ് തന്നെയായിരുന്നു വണ്ടി. അപ്പോൾ കസ്റ്റമർ റിക്വസ്റ്റ് പ്രകാരം തന്നെ ആ കളറിനാണ് അടിച്ചിരിക്കുന്നത്. കളർ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ആ വണ്ടി ഇവിടെ പെയിൻറ്റിങ് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾക്കൊരു ക്രിസ്റ്റയ്ക്ക് പറഞ്ഞിട്ടുള്ള മുന്തിരി കളർ, അതായത് ഗാർണറ്റ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളറിലുള്ള ഒരു ഇന്നോവ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിൻ്റെയും ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ഇൻറ്റീരിയർ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വണ്ടി ആ ഒരു വർക്കിംഗ് പ്രോഗ്രസ്സിൽ. പിന്നെ നമ്മുടെ അക്കോഡ് നമ്മൾ പോളിഷ് ചെയ്യുന്ന രീതി എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ഫുള്ളായിട്ട് തന്നെ 1500 പേപ്പർ ഇട്ട് ആദ്യം കട്ട് ചെയ്യും. എമിരിയിട്ട് ആദ്യം കട്ട് ചെയ്യും. അതിനുശേഷം 2000 എമിരിയിട്ട് കട്ട് ചെയ്യും. ഇപ്പോൾ നമ്മളെ ഈ ഒരു വണ്ടി 2000 എമിരിയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് തന്നെ വണ്ടി മാറ്റ് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഈ മാറ്റ് ഫിനിഷിങ് ആയ വണ്ടീനെ ഫുൾ ബഫ് ചെയ്ത് ആ ഗ്ലോസി ഫിനിഷിങ് നമ്മൾ പുറത്തേക്ക് എടുക്കും. അതിന് നമ്മൾ നോട്ട് ഓൺ റബ്ബിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. 3M വാക്സ് പോളിഷിംഗ് ആണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ വണ്ടി ആ ഒരു വർക്കിംഗ് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രാഡോ വന്നിട്ടുണ്ട്, ടച്ചപ്പ്, ജസ്റ്റ് ഒരു ടച്ചപ്പിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിനങ്ങനെ ഒരു വർക്ക്. പിന്നെ 2-3 വണ്ടികളുടെ സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു ഡിസയർ പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നോവകൾ, ഇഷ്ടംപോലെ ഇന്നോവകളുണ്ട്. അത് ടൈപ്പ് വർക്കുകളുടെ ഇഷ്ടം വേണ്ടിയിട്ട് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഗാരേജിൽ വിശേഷങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. എല്ലാവർക്കും ബൈ.